ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെ എല്ലാവരും വർത്തമാനം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ അരീക്കോടിൻ്റെ ഗായകൻ ലുക്മാൻ സാഹിബിൻ്റെ മോൻ്റെ കല്യാണത്തിന് പോവുക ഞങ്ങൾ. അപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ ഇവിടെ നിന്നും വീഡിയോ ഫോട്ടോ ഒന്നും എടുത്തില്ല. ഇവിടെ നിന്ന് സെൽഫി എടുത്തു പോകുമ്പോൾ പിന്നെ അങ്ങനെ അവിടെ ചെന്നേക്കത്തിൽ വീഡിയോ എടുക്കാമെന്ന് കരുതി ഇങ്ങനെ ഇതിൽ കുറേ കൂടെ വീഡിയോ ഇട്ടിട്ട് അപ്പം അന്ന് വീഡിയോ ഇടാമെന്നും കരുതിയിട്ട് ഞാൻ തുടങ്ങട്ടില്ലേ. അപ്പോൾ അതാ എവിടേക്ക് ഈ കാട്ടുകൂടി പൊന്തിക്കൂടി പോകണത് എല്ലാവരും. ഏതായാലും കാട്ടുകൂടി പൊന്തിക്കൂടി പോണത് ഞങ്ങൾ ഫ്രണ്ടിൽ കൂടെ വഴികളൊക്കെ ഉണ്ട്, 4 പുറം വഴികളുണ്ട്. പക്ഷേ ഞങ്ങൾ അവിടെ ബാക്കിലൊരു പള്ളി ഉണ്ടായിരുന്നു. ചെന്ന് കയറിക്കന്നെ ഏതായാലും മരുഭാഗാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നേരെ ഇറങ്ങി. അവിടുന്ന് പോരുമ്പോഴത്തേന് എന്തായാലും ബാങ്ക് കൊടുക്കുമല്ലോ. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി അവിടെ പള്ളിയിൽ പോയി. അവിടെ നിന്ന് അങ്ങനെ കയറുമ്പോൾ പിന്നെ റോട്ടിൽ കൂടെ കുറച്ച് നടക്കണം. അപ്പം പിന്നെ ബാക്കിൽ കൂടെ അങ്ങനെ പെട്ടെന്ന് പോകാമെന്നും കരുതി. ഒരു കൈത്തോടൊക്കെ ഉണ്ട് അവിടെ, കൈത്തോട്, അതിൻ്റെ വക്കത്ത് കൂടെ അങ്ങനെ പോവുക, നടന്ന് പോവുക. ഏരിയ പോയാലും നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ കാണാറില്ല ദൂരത്ത്, അങ്ങനെ കുറച്ച് ദൂരത്താണ് ആ കാണുന്ന ഷെഡ്. അപ്പോൾ ഒരു മാസങ്ങളായിട്ട് ഇങ്ങനെ അവിടെ പിന്നെ പണിയെടുത്ത് ഉണ്ടാക്കിയതാണ് ഷെഡൊക്കെ എന്ന് പറഞ്ഞു. അവിടെയൊക്കെ ഫുള്ള് JCB ഒക്കെ മാന്തി സെറ്റാക്കി അടിപൊളി. 10-15 ആൾക്കാരെ കല്യാണം ഉണ്ട് പറഞ്ഞു. കല്യാണമൊക്കെ നല്ല അടിപൊളിയായിരുന്നു, നല്ല ഉഷാറായി. അപ്പോൾ അത്രയും ജനങ്ങൾക്കുള്ള സൗകര്യം ഉണ്ടാക്കണമല്ലോ. ഏതായാലും ഒക്കെ അത് നല്ല ഉഷാറാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു പ്രശ്നമില്ലാതെ കല്യാണത്തിന് കൂടാനൊക്കെ പറ്റി, തിരക്കൊന്നുമില്ലാതെ കൂടാൻ പറ്റി. അപ്പം നമ്മൾ അരീക്കോടിൻ്റെ ഗായകൻ ലുക്മാൻ സാഹിബിൻ്റെ മോൻ്റെ കല്യാണമാണ്. പിന്നെ STV നേതാവാണ്. അങ്ങനെ അങ്ങനെയൊക്കെ ആ ഒരു ഇതിലാണ് ഞങ്ങൾ കല്യാണത്തിന് പോയത്. അവിടെ തോട്, ആ തോടിൻ്റെ മുകളിൽ കൂടെ ഒരു കൈവരി, ഒരു പാലൊക്കെ വെച്ചിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ടാണ് അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ നല്ല തിരക്കട്ടില്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈമുകളാണ് പറഞ്ഞിട്ടുണ്ടായിന്ന് പറഞ്ഞു. ഞങ്ങളുടെ അടുത്തൊക്കെ മഗ്‌രിബിക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ കുറേ ആൾക്കാർ അങ്ങനെ വന്ന് വരും പോവുകയൊക്കെ ചെയ്തിരിക്കണം. പിന്നെ ഞങ്ങളങ്ങനെ പോയി. അപ്പോൾ ചെന്നിട്ട് നോക്കുമ്പോൾ എവിടെയും സ്ഥലമില്ല, നല്ല തിരക്ക്. പിന്നെ ബഫേ ഉണ്ട്, അങ്ങനെ കഴിക്കണവർക്ക് അങ്ങനെ കഴിക്കാം, ഇരുന്ന് കഴിക്കണവർക്ക് അങ്ങനെ കഴിക്കാം. കുറേ ആൾക്കാരങ്ങനെ ബഫേയിൽ. പിന്നെ ഫുഡുകൾ പറഞ്ഞാൽ എല്ലാ ഐറ്റംസും ഉണ്ട്, വേണ്ടവർക്ക് വേണ്ട മാതിരി എല്ലാ ഫുഡുകളും ഉണ്ട്. ഞങ്ങളേതായാലും കയറിയപ്പോൾ അവിടെ നിന്ന് സ്ഥലമില്ല. ഞങ്ങളങ്ങനെ അപ്പോൾ എന്നിട്ട് പറഞ്ഞു ലാസ്റ്റ് സ്ഥലമുണ്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പോയി. അങ്ങനെ പോയപ്പോൾ പോകുമ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. കുറച്ച് അങ്ങോട്ട് ഏതായാലും ഇങ്ങനെ നടന്ന് പോകുമല്ലോ, അപ്പോൾ ഒരു വീഡിയോ അങ്ങനെ എടുത്തതാണ്. പിന്നെ എന്തൊക്കെ എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ പോയിട്ട് അവിടെ നോക്കുമ്പോൾ ഏകദേശം ഒക്കെ ഫുള്ളായിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൈം അങ്ങനെ നിന്നു. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും എണീക്കുന്നിടത്ത് ഇങ്ങനെ വന്നിരിക്കല്ലേ. പിന്നെ അപ്പോൾ അർജൻറ്റില്ലാന്നെങ്കിൽ ഇതെങ്ങനെ നിന്നു പോയതായാലും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടെ അങ്ങനെ തിരക്കൊക്കെ കുറച്ച് കഴിഞ്ഞേക്ക് അവിടെ ഇരുന്നു ഞങ്ങൾ. അപ്പോൾ ഇവിടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ ഇരുന്ന് അവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടി. ഫുഡ് കഴിക്കാൻ ഇരിക്കട്ടില്ല. അപ്പോൾ ഞങ്ങൾ നടന്ന് പോകുന്ന സ്ഥലമാണത്. ആ ഒരു മതിലിൻ്റെ അരികിൽ കൂടെ അങ്ങനെ പോകുന്നു. അങ്ങനെ ഫുഡൊക്കെ കിട്ടി നമുക്ക്. ഞാൻ കഴിച്ചത് പാൽക്കപ്പിയും ചിക്കനും ബീഫും ഒക്കെ ഉണ്ട്, ഫിഷ് കറി ഉണ്ട്, പിന്നെ കാക്കു നെയ്ച്ചോറും ബീഫൊക്കെ കാക്കു വെച്ച്. പിന്നെ പറഞ്ഞാൽ പത്തിരി, പിന്നെ ചപ്പാത്തി, അങ്ങനെയുള്ള ഇതുകളൊക്കെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടേക്കൊന്നും പോയില്ല. പിന്നെ സലാഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടുന്ന് ഇതെല്ലാം കഴിച്ച് പോന്നു.
പിന്നെ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തെ മാതിരിയല്ല, തിരിച്ചിങ്ങോട്ട് പോന്നിട്ട് പോകുമ്പോൾ അവർക്ക് ഇരട്ടി ആൾക്കാരാണ്. ഇതിനൊക്കെ വന്ന് ഇരിക്കാനും നിൽക്കാനും സ്ഥലമില്ലാതെ ജനങ്ങൾ വന്നിട്ടുണ്ട്. ഒക്കെ ബഫേറ്റ് അങ്ങനെ മേടിക്കണു കഴിക്കണു. എന്നാലും അരീക്കോട് കോഴിക്കോടൊക്കെ മൊത്തമുണ്ട്. പിന്നെ മനക്കനൊക്കെ അറിയാത്തോല ആയിട്ട് അവിടെ ആരുമില്ല. പിന്നെ ഒരു നാട്ടുകാരെ ഒരാളെപ്പോലും ഒഴിവാക്കാതെ അത്രയും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഞങ്ങൾ പോരുമ്പോൾ അതാ പറയണത്, ഇവിടെ ഒന്നും ആരും ആ കല്യാണത്തിന് പോവാത്തോലില്ല അറിയുന്നുണ്ട്. പോകുമ്പോൾ തന്നെ ഞങ്ങൾ ബസ് ഇറങ്ങിക്കന്നെ ഇങ്ങനെ ഓട്ടോ വിളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചോദിച്ചേക്ക് പറഞ്ഞു, ലുക്കുമാനക്കൻ്റെ കല്യാണമല്ലേ, അവിടേക്ക് ഞങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അവിടേക്ക് ഓട്ടോ എടുത്താൽ ഓട്ടോക്കാരോട് ചോദിച്ചാലും അറിയും അവർ കല്യാണം നടക്കുന്ന സ്ഥലം പറഞ്ഞു. അങ്ങനെ അപ്പോൾ എന്താ മാസങ്ങളായിട്ട് അവിടെ അതിൻ്റെ വർക്കും കാര്യങ്ങളും നടക്കുകയാണ്. ഇപ്പോൾ ഓഡിറ്റോറിയം ഒന്നുമല്ല, ഇതിനായിട്ട് കല്യാണത്തിനായിട്ട് അവർ അവിടെ JCB ഒക്കെ മാന്തി നിരത്തി ഉണ്ടാക്കിക്കാണ്. അപ്പോൾ പിന്നെ അതിൻ്റേതായിട്ടുള്ള വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടേക്ക് എല്ലാവർക്കും അറിയാം. കല്യാണത്തിന് ചോദിച്ചപ്പോഴത്തേനും എല്ലാവരും അങ്ങനെ പറഞ്ഞ്. ടൗണൊന്നും കൂടുതലൊന്നുമില്ല, എന്നാലും പിന്നെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഓട്ടോ എടുത്ത് പോയിന്നുള്ളൂ. പിന്നെ തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ നടന്നിട്ട് തന്നെ പോന്നു, ബസ് സ്റ്റാൻഡിലേക്ക് അങ്ങനെ നടന്നു പോന്നു. പിന്നെ ഏതായാലും നല്ല തിരക്കാണ്. അപ്പോൾ ഇതാ തിരിച്ച് പോരുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ച് പോരുമ്പോഴുള്ള തിരക്കാണ് അതൊക്കെ. അപ്പോൾ എല്ലാവരും കോല ഐസ് ഇട്ടില്ല, എല്ലാവരും ഐസിന് കിടന്ന് അവിടെ താത്താരൊക്കെ കിടന്ന് കെട്ടിമറിയുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഐസ് നമുക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളുണ്ടാവുള്ളൂ ഐസൊന്നും പോയില്ല. അങ്ങനെ പോകുമ്പോൾ തന്നെ പെണ്ണിൻ ചെക്കനൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഈ കല്യാണത്തിന് വന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ടല്ലേ. നമ്മളറിയണവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാറ്റസ് കണ്ടേക്ക് പിന്നെ പറഞ്ഞിങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന് എന്നൊക്കെ പറയുന്നുണ്ട്. തന്നെയും പരിചയമുള്ളതിനും വല്ലാതെ കാണാൻ പറ്റിയില്ല, അത്രയും ജനങ്ങളല്ലേ. നമ്മൾ പിന്നെ അതിനായിട്ട് നിന്നിട്ടുമില്ല. അതിൻ്റെ ഇടയിൽ ഇതാ ലുക്മാനക്കനൊക്കെ ഉണ്ട്. ഒരു സെൽഫിയൊക്കെ എടുത്ത് അവിടെ നിന്ന് ഒരു നല്ല ഓട്ടത്തിലാണ്. അതിൻ്റെ ഇടയിൽ സെൽഫിയൊക്കെ എടുത്ത് ഏതായാലും അങ്ങനെ പോന്നു. പിന്നെ ഇവിടുന്ന് ജ്യൂസ് കുടിച്ചു, മുന്തിരി ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ അവിടെ ചായയും എല്ലാം ഉണ്ടാക്കും. ജ്യൂസ് ഉണ്ടാക്കണമൊക്കെ കുറച്ച് നേരം അങ്ങനെ കണ്ട് വീഡിയോ എടുത്തു നിന്നു. ഇങ്ങനെ അവിടെ ആ ചെമ്പ് കിടന്ന് ഇങ്ങനെ തിളക്കണം, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ എടുത്തു. ഏതായാലും അവിടുന്ന് ഒരു സുലൈമാനിയൊക്കെ കുടിച്ച് ഞങ്ങൾ അങ്ങനെ പോരാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴാണ് പോരുമ്പോഴാണ് പിന്നെ ഞങ്ങളൊന്ന് പോയിട്ട് ഇതാ ഫോട്ടോ ഒക്കെ എടുത്തു. പെണ്ണിൻ്റെ ചെക്കൻ്റെയും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പോന്നു. പിന്നെ അതിൻ്റെ നമ്മളെ STU നേതാവ് റഹ്മത്തുള്ളാഹിനെ കണ്ടു, അവിടെ സെൽഫി എടുത്തു. ഇതാ ലുക്കുമാനാക്കിയും അപ്പോൾ അത്ര വണ്ടി വന്നു. പിന്നെ നമ്മളെ മലപ്പുറത്തിൻ്റെ MLA ഉബൈദുൽ സാഹിബ് അവരെ കണ്ടു. തിരിച്ചു പോരുമ്പോൾ അങ്ങനെ സെൽഫി എടുത്തു. അങ്ങനെ ഏതായാലും ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, നല്ല തിരക്കാണ്. എവിടെ നോക്കിയാലും വണ്ടികൾ ഇടാനും ഒന്നിനും സ്ഥലമില്ലാതെ അത്രയും തിരക്കൊക്കെ കൂടുന്നുള്ളൂ. അപ്പോഴത്തേന് ഞങ്ങളേതായാലും കഴിച്ചിലായി. ഞങ്ങളങ്ങനെ പോന്നു. പിന്നെന്തൊക്കെയാണ്, ഏതായാലും രാത്രിക്കത്തെ കല്യാണം നല്ല രസം തന്നെ അല്ലേ, അടിപൊളിയായിരുന്നു. ഏതായാലും ഞങ്ങളൊരു 7 മണിയായപ്പോഴത്തേന് ഞങ്ങൾ സ്റ്റാൻഡിലെത്തി. അതിന് കുറച്ച് നടക്കാനുള്ളൂ പറഞ്ഞേക്കാൻ തിരിച്ചു പോരുമ്പോൾ നടന്നു പോന്നു. സ്റ്റാൻഡിലെത്തി. പക്ഷെ തിരിച്ച് പോരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബസ് കിട്ടാനൊക്കെ നേരം വൈകി. അങ്ങനെയൊക്കെ. പിന്നെന്തൊക്കെയാണ്, എല്ലാവരും വർത്താനം എന്താ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ?
എവിടെ നോക്കിയാലും റോഡും പിന്നെ സ്റ്റാൻഡ് ഫുള്ള് ഈ കല്യാണത്തിന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ.